ഇന്ന് പരിപാവനമായ ജമാദുൽ ഉഖ്റ അഥവാ ജമാദുൽ ആഖിർ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഒരു പക്ഷേ അവസാനത്തെ ദിനമാവാനും സാധ്യതയുണ്ട്. ഇന്നത്തെ ഈ ദിവസത്തിൽ റജബ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോട് കൂടി ഒരു പക്ഷേ നമ്മളിലേക്ക് കടന്നു വരാം. ഒരു വലിയ ദുആക്ക് ഇജാബത്തുള്ള, ഒരു വലിയ പഞ്ചാരക്കുന്നിന്മേൽ തേന്മഴ എന്നതുപോലെ മുഅ്മിനീങ്ങൾ കാത്തിരിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിലേക്കാണ് നമ്മളിതാ കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ദിവസം നമുക്ക് ഇന്നത്തെ രാത്രി പറ്റുന്നതുപോലെ ഹയാത്താക്കണം. ഇന്നത്തെ രാത്രി ഒരു മനുഷ്യൻ ഹയാത്താക്കിയാൽ അവനിക്ക് കിട്ടുന്നത് 5 വമ്പൻ പ്രതിഫലങ്ങളാണ്. ഇന്നത്തെ രാത്രി റജബ് 1 അറിഞ്ഞാൽ ഇന്നത്തെ രാത്രി ഒരു മനുഷ്യൻ ഹയാത്താക്കിയാൽ എങ്ങനെയാ ഉസ്താദെ ഹയാത്താക്കുന്നത്? അത് ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ഹയാത്താക്കിയാൽ അവനിക്ക് കിട്ടുന്നത് 5 വമ്പൻ പ്രതിഫലങ്ങൾ. അതേതൊക്കെയാണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം. ഇന്നത്തെ മഗ്രിബോട് കൂടി പരിപാവനമായ റജബ് മാസത്തിന്റെ പിറ കണ്ടു, നിലാവ് കണ്ടു എന്ന വാർത്ത നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓതേണ്ട ചില സൂറത്തുകളുണ്ട്, നമ്മൾ പറയേണ്ട ചില ദുആകളുണ്ട്, നമ്മൾ ഓതേണ്ട ചില തസ്ബീഹുകളുണ്ട്. ഏതൊക്കെയാണതെന്ന് വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചെറിയ ഒരു സൂറത്ത്, ഒരു കുഞ്ഞൻ സൂറത്ത് നമ്മൾ ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അവനിക്ക് കിട്ടുന്നത് വമ്പൻ പ്രതിഫലങ്ങളാണ്. ഉസ്താദ് വെറുതെ ഈ വമ്പൻ എന്ന് പറയല്ലേ, ഞാൻ വെറുതെ വമ്പൻ പ്രതിഫലം എന്ന് പറഞ്ഞതല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിലുണ്ട് വലിയ അലീമായ വണ്ണമുള്ള വലിയ പ്രതിഫലം കിട്ടുമെന്ന്. ഏതാണ് ആ കുഞ്ഞൻ സൂറത്ത്? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി ആ സൂറത്തിൻ്റെ വിശേഷണങ്ങൾ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മളെല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ പറയുന്ന എനിക്കും ഒരുപാട് പ്രയാസങ്ങൾ, നിങ്ങൾക്കും ഒരുപാട് പ്രയാസങ്ങൾ, നമുക്കൊക്കെ ഒരുപാട് നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും മാറ്റി നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹലാലായ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കുമാറാവട്ടെ. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പ്രതിസന്ധികളാണ്, രോഗങ്ങളാണ്, ദുഃഖങ്ങളാണ്. അള്ളാഹു എല്ലാം മാറ്റി ഖൈറും സലാമത്തും നൽകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. ഇന്ന് ജമാദുൽ ഉഖ്റ മാസത്തിൻ്റെ അവസാനത്തെ ദിനമാവാൻ സാധ്യതയുണ്ട്. അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അവസാനത്തെ ദിനമാവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നത്തെ മഗ്രിബോടുകൂടി പിറ കണ്ടാൽ, നിലാവ് കണ്ടാൽ നാളെ ശനിയാഴ്ച റജബ് മാസം 1. അല്ലാഹു തആല റജബ് മാസത്തിലേക്ക് ആഫിയത്തോടെ, ആരോഗ്യത്തോടെ നമുക്ക് എത്തുവാനും അതിലൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഒരു പക്ഷേ ഇന്ന് ജമാദുൽ ഉഖ്റ മാസത്തിൻ്റെ അവസാനത്തെ ദിനമാവാം. അവസാനത്തെ വെള്ളിയാഴ്ചയാണ്, അവസാനത്തെ ദിനമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിച്ചു, ഉസ്താദെ റജബ് എന്നാണ് 1? അപ്പോൾ ഒന്നുകൂടി പറയിട്ട് ആവർത്തിക്കുകയാണ്. 2024 റജബ് 1 എന്നാണെന്ന് ചോദിച്ചാൽ ഇന്ന് മഗ്രിബോടുകൂടി ഒരു പക്ഷേ നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ നാളെ ശനിയാഴ്ച റജബ് 1. ഇനി ഇന്നത്തെ മഗ്രിബോടുകൂടി നിലാവ് കണ്ടില്ല, പിറ കണ്ടില്ല എങ്കിൽ നാളെ ശനിയാഴ്ച ജമാദുൽ ഉഖ്റ 30 പൂർത്തിയാക്കി മറ്റന്നാൾ ഞായറാഴ്ചയായിരിക്കും റജബ് 1. അപ്പോൾ ഈ ഡേറ്റ് മനസ്സിലാക്കി വെക്കും. ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, ഇതായിരിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല റജബും ശഅബാനും റമദാനും എല്ലാ മാസത്തിലും അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നല്ല ഒരുപാട് അമലുകൾ ചെയ്യാൻ പടച്ച തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്, ഇന്ന് മഗ്രിബോട് കൂടി നമ്മൾ നിലാവ് കണ്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ, നിലാവ് ഇപ്പോൾ കാപ്പാട് കണ്ടു അല്ലെങ്കിൽ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ നമുക്ക് ഒരു വിവരം കിട്ടിയാൽ ചിലപ്പോൾ വാട്സപ്പിലൂടെ നമുക്ക് അറിയിപ്പ് കിട്ടാം, ചിലപ്പോൾ വാർത്തകളിൽ കാണിക്കാം, അല്ലെങ്കിൽ വിശ്വസ്ത യോഗ്യമായ ഒരാൾ നമ്മളോട് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ രാത്രി ചെയ്യേണ്ട ചില അമലുകളുണ്ട്. ഇനി ഒരു പക്ഷേ ഇന്നത്തെ രാത്രി ഒന്നും അറിഞ്ഞില്ല, റജബ് 1 അതോ പരിശുദ്ധമായ ജമാദുൽ ഉഖ്റ 30 ഒന്നും അറിഞ്ഞില്ല. നാളെ പകലാണ്, നാളെ സുബഹി കഴിഞ്ഞാണ് അറിഞ്ഞത് ഇന്ന് റജബ് 1. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഇന്ന് അറിയട്ടെ അല്ലെങ്കിൽ നാളെ അറിയട്ടെ, റജബ് 1 എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് നിലാവ് കണ്ടില്ല, നാളെ ജമാദുൽ ഉഖ്റ 30 പൂർത്തിയാക്കി മറ്റന്നാളായിരിക്കാം റജബ് 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ രാത്രി
ഒന്നുകിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാത്രി നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് മാസം പിറന്നു എന്നറിഞ്ഞാൽ, റജബ് 1 ആണ് എന്ന് അറിഞ്ഞാൽ നമ്മൾ ആദ്യം പറയേണ്ട ഒരു വാക്കുണ്ട്, അല്ലാഹു അക്ബർ. ആദ്യം പറയേണ്ടത് അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. ഇതാണ് ആ ദുആ അല്ലേ? ഹിലാൽ കാണുമ്പോൾ, പിറ കാണുമ്പോൾ പറയേണ്ട ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്ന ദുആയാണ്. നബി തങ്ങൾ നമ്മളോട് പറയാൻ കൽപ്പിച്ച ദുആയാണ്. ഏതാണ് ആ ദുആ? ഒന്നുകൂടി പറഞ്ഞേ, നിങ്ങൾക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അറിയാം, ഒന്ന് ഇപ്പോഴേ പഠിച്ചു വെച്ചോ. ആദ്യം അല്ലാഹു അക്ബർ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു അക്ബർ, അല്ലാഹു നീയാണ് വലിയവൻ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി. റബ്ബേ, ഞങ്ങൾക്കൊരു പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു പുതിയ ഹിലാൽ വന്നിരിക്കുന്നു, പുതിയൊരു ചന്ദ്രൻ വന്നിരിക്കുന്നു അല്ലേ? റബ്ബേ, ഈ ഒരു മാസം ഞങ്ങൾക്ക് നീ ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, തൗഫീഖുകളുടെ, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവലിൻ്റെ, എല്ലാവിധ സമാധാനത്തിൻ്റെ, രക്ഷയുടെ, ഒരു നിർഭയത്വത്തിൻ്റെ ഒരു മാസമാക്കി നീ മാറ്റണേ അല്ലാ എന്ന് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ നമുക്ക് ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസം, അതായത് ഈ ദുആ പറഞ്ഞവൻ സ്വീകരിച്ച മാസം അവനിക്ക് അല്ലാഹു അത് അനുകൂലമാക്കി കൊടുക്കുന്നതാണ്. പിന്നെയോ, ഇന്നത്തെ രാത്രി നിലാവ് കണ്ടു, പിറ കണ്ടു, റജബ് 1 ആണെന്നറിഞ്ഞാൽ ആദ്യം പറയേണ്ട ദുആ ഇതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറയണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ഇത് മറന്നു പോവരുതേ ഉമ്മമാരെ, നമ്മൾ പഠിച്ചു വെക്കണം, ഈ ദുആ പഠിച്ചു വെക്കണം. എല്ലാവർക്കും അറിയാം, ഈ ദുആ കേൾക്കുമ്പോൾ തന്നെ ഒരു റമളാനിൻ്റെ ഫീലിംഗ് അല്ലേ? നമ്മളിപ്പോൾ നിസ്കാരം കഴിഞ്ഞൊക്കെ ഉസ്താദ് ഇങ്ങനെ ദുആ രക്കുമ്പോൾ നമുക്കത് ആമീൻ ആമീൻ പറയുമ്പോൾ വല്ലാത്തൊരു ആവേശമാണ്. ആവേശം ഉണ്ടാവണം, കാരണം റമളാനിനെ പോലെ തോന്നിപ്പിക്കുന്ന മാസങ്ങളാണ് റജബും ശഅബാനൊക്കെ. അല്ലാഹു പടച്ചവനെ ഞങ്ങളെല്ലാവരെയും ആഫിയത്തോടെ, ആരോഗ്യത്തോടെ ഈ പരിശുദ്ധമായ റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എപ്പോഴും നമ്മൾ ദുആ രക്കണം, എപ്പോഴും നമ്മൾ ദുആ രക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ദുആ ഒന്നുകൂടെ പറഞ്ഞേ, അല്ലാഹുമ്മ അല്ലാഹുവേ ബാരിക് ലനാ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണം, ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണം അല്ലാ. ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിത വിഭവത്തിൽ ബറക്കത്ത് നൽകണം, ഞങ്ങളുടെ ശരീരത്തിൽ ബറക്കത്ത് നൽകണം, ഞങ്ങളുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണം, ഞങ്ങളുടെ ആയുസ്സിൽ ബറക്കത്ത് നൽകണം അല്ലെ? രോഗങ്ങളില്ലാത്തൊരവസ്ഥ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാത്തൊരവസ്ഥ, അല്ലാഹുവേ കിടപ്പാടം ഇല്ലാതെ വരുന്ന ഒരവസ്ഥയെ തൊട്ടുള്ള കാവൽ റബ്ബേ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഇതാണ് ബറക്കത്ത് നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ശഅബാനിലും അതുപോലെ റജബിലും ബറക്കത്ത് തരണം. ഈ ശഅബാനിലും റജബിലും മാത്രം പോരല്ലോ നമുക്ക് ബറക്കത്ത്, നമുക്ക് ബാക്കിയുള്ള മാസങ്ങളിലും വേണം. അപ്പോൾ ശഅബാനിലും റജബിലും നമ്മൾ ബറക്കത്തിനെ ചോദിച്ചാൽ ബാക്കിയുള്ള സമയത്തും നമുക്ക് ബറക്കത്ത് കിട്ടുമെന്നാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്, വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ, റമളാനിലേക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. ഇതൊരു ദുആയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ട ഒരു ദുആയാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ, അതായത് ദുന്യാവൻ ചോദിക്കുന്നു, ആഖിറവൻ ചോദിക്കുന്നു, ഈ ദുന്യാവിലെ എല്ലാ നന്മകൾ, ആഖിറത്തിലെ നന്മകളൊക്കെ ചോദിക്കുന്ന ഒരു ദുആയാണ്. എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ദുആയാണ്. എന്ന് പറഞ്ഞേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു ദുആയാണ്, റജബിലേക്ക് പ്രവേശിച്ചല്ലോ, അപ്പോൾ ചെയ്തു പോയ പാപങ്ങൾ ഇന്നത്തെ രാത്രി തന്നെ നമുക്ക് കഴുകിക്കളയാം. ഇതിപ്പോൾ ഇന്നത്തെ രാത്രി നിലാവ് കണ്ടാൽ ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇന്നത്തെ രാത്രി നിലാവ് കണ്ടില്ല എങ്കിൽ പിന്നെ ചെയ്യണ്ടെന്നല്ല, നാളെ നമുക്ക് ചെയ്യാം. നാളെ പിന്നെ നിലാവ് കാണേണ്ട കാര്യമില്ല, നമ്മൾ ഉറപ്പിച്ചു 30 പൂർത്തിയാക്കി നമ്മൾ റജബിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ രാത്രിയും നാളത്തെ രാത്രിയും അതല്ല, എല്ലാ മാസവും നമുക്ക് തുടക്കത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് അല്ലേ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. ഈ ദുആ
പറയുക. പിന്നെ നമുക്ക് മലയാളത്തിൽ ദ്വാരക്കാം. അല്ലാഹുവേ, പരിശുദ്ധമായ റജബിലേക്ക് ഞങ്ങൾ എത്തി. റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഈ റജബ് മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ, ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കണ്ട് ദ്വാരക്കാം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി, കച്ചവടത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. ഇപ്പോൾ ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മൾ നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ പിന്നെ ഇശാ നിസ്കാരം, വിത്ർ നിസ്കാരം, തഹജ്ജുദ്, പിന്നെ നാളത്തെ സുബഹി, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടുത്താൻ പാടില്ല. പരമാവധി ഇബാദത്ത് ചെയ്യുക. ഇന്നത്തെ രാത്രിക്ക് നമ്മൾക്ക് പ്രത്യേകം ഒരു പരിഗണന കൊടുക്കുക, അല്ലേ? ഹയാത്താക്കാൻ പറ്റുന്ന ഒരു ഈ ഹയാത്താക്കെന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ച് ഇങ്ങനെ ഇരിക്കണമെന്നല്ല. പറ്റുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 10 മണി, 12, ഒരു 11 മണി, 12 മണി വരെയൊക്കെ ഒന്ന് നമുക്ക് ഇരിക്കാൻ പറ്റി, കുറച്ച് ദിക്റും ദുആയൊക്കെ ചൊല്ലാൻ പറ്റിയാൽ അത് തന്നെ ഹയാത്താക്കലായി. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കിടന്നുറങ്ങിയിട്ട് ഒരു വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് ഒന്ന് ഫ്രഷായി കുറച്ച് ദിക്ർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, തഹജ്ജുദൊക്കെ നിസ്കരിച്ച്, അതും ഒരു ഹയാത്താക്കലിൻ്റെ രൂപമാണ്. അപ്പോൾ സ്വലാത്ത് ചൊല്ലുക, ദിക്ർ ചൊല്ലുക, ദുആ ഇറക്കുക, നിസ്കരിക്കുക, സ്വതക്ക കൊടുക്കുക, ഇഅ്തികാഫിൻ്റെ നിയ്യത്തിനെ കരുതുക, ഖുർആൻ ഓതുക, ഇതൊക്കെ എന്താണ്? ഈ ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. ഇങ്ങനെ ഈ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ ദിവസവും അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഹയാത്താക്കിയ രാത്രി നമ്മൾ ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയാൽ 5 ശ്രേഷ്ഠതയുണ്ടെന്നാണ്, 5 കൂലി കിട്ടുമെന്നാണ്. ഒന്നാമത്തേത്, അവൻ്റെ ഖൽബ് മരിക്കില്ല എന്നാണ്. അവൻ്റെ ഹൃദയം എപ്പോഴും ഊർജ്ജസ്വലമായിരിക്കും. അതായത് ഈമാൻ കൊണ്ട് സ്ഫുരിക്കുന്ന ഒരു ഹൃദയമായി മാറും. തെറ്റുകൾ കണ്ടാൽ അതിൽ നിന്നും മാറി നിൽക്കാനും, നന്മകൾ കണ്ടാൽ അത് ചെയ്യാനുള്ള ഒരു തോന്നൽ അവനിക്കുണ്ടാകുമെന്നാണ്. രണ്ടാമത്തേത്, റഹ്മത്തും മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുണയുണ്ടാകുമെന്നാണ്. മൂന്നാമതായി പറയുന്നു, അള്ളാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. നാലാമത്തേത്, ജീവിത വിഭവത്തിൽ ബറക്കത്ത്, വിശാലത ഉണ്ടാകുമെന്നാണ്. അഞ്ചാമത്തേത്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാമെന്നാണ്. അപ്പോൾ 5 വമ്പൻ പ്രതിഫലങ്ങളാണ് ഇന്നത്തെ രാത്രി ഒരു മനുഷ്യൻ ഹയാത്താക്കിയാൽ അള്ളാഹു തആല അവനിക്ക് കൊടുക്കുന്നത്. പിന്നെ ജമാഅത്ത് നിസ്കാരങ്ങൾ കൃത്യമാക്കുക. റജബ് മാസത്തിലൊന്നും നിസ്കാരം കളഞ്ഞു കുളിക്കരുത്. അതുപോലെ തന്നെ മറ്റ് ഇബാദത്തുകളൊക്കെ നമുക്ക് ജാഗ്രതയുണ്ടാവണം. മാത്രമല്ല ഇന്നത്തെ ദിവസം, അതുപോലെ തന്നെ ഈ റജബ് മാസം പിറന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ, ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് എന്ത് ചെയ്യുക? ഒരു ദിവസം, റജബ് മാസത്തിൻ്റെ ഒരു ദിവസം കുറഞ്ഞത് ഒരു 100 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റിയാൽ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും. ചുരുങ്ങിയതൊരു 33 പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു 7 പ്രാവശ്യം, അല്ലെങ്കിൽ ഒരു 11 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഒരു സദസ്സിലേക്ക് വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പരിഗണിക്കുമായിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്താ നബിയെ, മറ്റു സ്വഹാബിമാർ വരുമ്പോൾ ഈ പരിഗണന ഇല്ലല്ലോ, മഹാനായ അബൂദറുൽ ഗിഫാരി തങ്ങൾ വരുമ്പോൾ മാത്രം ഒരു പരിഗണന കൊടുക്കുന്നത് എന്താ? ആ സമയത്തും നബി തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിക്കുന്ന ആളാണ്. എപ്പോൾ നോക്കിയാലും ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ്, ഇതിങ്ങനെ ഓതിക്കൊണ്ട് നടക്കും. അപ്പോൾ മലക്കുകളെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ നിത്യമായി ഓതുന്നത് കൊണ്ട് മലക്കുകൾ ഓൾറെഡി ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ എന്താ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം? അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഇച്ചിരി ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് നബി തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമുക്ക് ആദരവ് കിട്ടാൻ, മറ്റുള്ളവരാൽ ആദരവ് കിട്ടാനൊക്കെ ഈ സൂറത്ത് കാരണമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനും ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ഉണ്ടാവാനും സൂറത്തുൽ ഇഖ്ലാസ് അതിങ്ങനെ ഓതി അല്ലേ, ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് കിടന്നുകൊണ്ടാണെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആൻ ഖത്മു ഓതിയ കൂലിയാണ് അല്ലാഹു അവനിക്ക് നൽകുന്നത്. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ എണ്ണി പറയുന്ന ഒരു സൂറത്താണത്. അള്ളാഹിനെ പറ്റി മാത്രം പറയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. വേറെ ഏത് ഇപ്പോൾ ഏറ്റവും ചെറിയ സൂറത്തായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് സൂറത്തുൽ കൗസർ എന്നാണ്. ഈ സൂറത്തുൽ കൗസറിൽ തന്നെ 3 ആയത്തേ ഉള്ളൂ, പക്ഷേ 3 ആയത്തിലും അള്ളാഹു വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ ആയത്തിലും അള്ളാഹു പ്രതിപാദിക്കുന്നത് അള്ളാഹിനെ പറ്റി മാത്രമാണ്. അപ്പോൾ അള്ളാഹിനെ പറ്റി മാത്രം പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് അത് ഈ റജബ് മാസത്തിൽ ഒരുപാട് കണ്ട് നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇന്ന് റജബ് മാസം 1 അറിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് റജബ് 1 അറിഞ്ഞാൽ നാളെ ശനിയാഴ്ച പറ്റുന്നതുപോലെ നോമ്പ് പിടിക്കുക. നമുക്ക് റജബ് മാസത്തിൽ റജബ് 30 നോമ്പ് പിടിക്കാം. അങ്ങനെ പിടിക്കുന്നതിനേക്കാൾ നല്ലത് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഓരോ ദിവസം ഇടവിട്ട്, ഇന്ന് പിടിച്ചാൽ നാളെ വേണ്ട, മറ്റന്നാൾ, അങ്ങനെ ഇടവിട്ട് പിടിക്കാൻ ശ്രമിക്കുക. റജബ് മാസത്തിൻ്റെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും പ്രത്യേകം നോമ്പ് പിടിക്കൽ സുന്നത്തുണ്ട്. പിന്നെയോ മാത്രമല്ല ഇന്നത്തെ ഈ രാത്രി, അതായത് ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ
ഇന്നത്തെ രാത്രി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യേണ്ടതുണ്ട്. ഒരു മാസത്തിൻ്റെ തുടക്കം സൂറത്തുൽ മുൽക്ക് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അന്നഹ മുൻജിയത്തുൽ വാക്കിഅ എന്നാണ്, അതായത് ഒരു സംരക്ഷണമായിരിക്കും. 30 ആയത്താണ് സൂറത്തുൽ മുൽക്കുള്ളത്. ഈ 30 ആയത്തും 30 ദിവസത്തേക്ക് മതിയായതാണ്. കഫ അവനിക്ക് മതിയായതാണെന്ന് നമുക്ക് മറ്റ് കിതാബുകളിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പ് പിടിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹു കൊടുക്കുന്നൊരു പ്രതിഫലമാണ് റജബ് എന്ന് പേരുള്ള ഒരു നദി സ്വർഗത്തിലുണ്ടെന്നാണ്. ഈ റജബ് എന്ന് പറയുന്ന പേരുള്ള സ്വർഗത്തിലെ നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ പറ്റുന്നത് റജബ് മാസത്തിൽ നോമ്പ് പിടിച്ചവർക്കാണ്. അപ്പോൾ ആ വലിയ പ്രതിഫലങ്ങൾ ഒരുപാട് വാരിക്കോരി നിറച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ദിവസം നമ്മൾ ഇൻഷാ അള്ളാഹ് അത് ഉപയോഗപ്പെടുത്തുക. ഇന്ന് അവസാനത്തെ ജമാദുൽ ഉഖ്റ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. നേരത്തെ പള്ളിയിലേക്ക് പോവുക, ഇബാദത്തുകൾ സജീവമാക്കുക, മരണപ്പെട്ടുപോയൊരു സിയാറത്ത് ചെയ്യുക, എല്ലാ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഒരുപാട് നന്മകൾ ചെയ്ത് മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിശുദ്ധമായ കടന്നുവരുന്ന റജബ് മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് നന്മകൾ ചെയ്യാൻ, അല്ലെ, ഒരു നന്മ ചെയ്താൽ തന്നെ 700 7,000 ഒക്കെ കൂലി കിട്ടുന്ന മാസമാണ് റജബ് മാസം, അല്ലെ. റജബുൻ ഷഹ്റുൽ അള്ളാന്റെ മാസമാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട മാസം. ഈ മാസത്തെ നമ്മളും ഇഷ്ടപ്പെടുക, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക. ദിക്റുകൾ, തസ്ബീഹുകൾ, അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറാനുള്ള നല്ല നിയ്യത്തിൽ നമ്മൾ ഒരു ദിക്റിന്റെ മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേര് ദുആരക്കാൻ പറയുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. ഒരുപാട് പേര് ദുആ ചെയ്തിട്ട് ഉസ്താദെ ദുആ സ്വീകരിച്ചു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും പടച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, വരുന്ന ദിവസങ്ങളിൽ പറയാം. അല്ലാഹു തആല ഈ റജബ് മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പ്രവാസികളായ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട്, അവർക്ക് അല്ലാഹു തആല ഖൈറും സലാമത്തും ബറക്കത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.